ഇൻകം ടാക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ഡെഫിനീഷൻസ്, അതായത് എക്സാമിന് സാധാരണ ചോദിക്കാറുള്ള കുറച്ച് ടേംസ്, അതിൻ്റെ ഡെഫിനീഷൻസ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആ ഒരു ക്ലാസ്സാണ് ഇന്നെടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ എന്താണെന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു ദി ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് ഏൺഡ്. അതായത് നമ്മൾ ഏൺ ചെയ്യുന്ന, നമുക്ക് കിട്ടുന്ന ഇൻകത്തിനാണ് നമ്മൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആ ഒരു ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏത് വർഷത്തെയാണോ ആ വർഷത്തെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ഒരു വർഷം, ആ വർഷം നമ്മൾ നേടുന്ന ഇൻകത്തിൽ മേലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ നോർമലി അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 12 months ആണ്. 12 മാസമാണ്. പീരീഡ് സ്റ്റാർട്ടിങ് ഫ്രം April 1st ആൻഡ് എൻഡിങ് ഓൺ March 31st. അതായത് ഒരു വർഷം April 1 തുടങ്ങിയിട്ട്, അത് ഫിനാൻഷ്യൽ ഇയർ നമുക്കറിയാം April 1 സ്റ്റാർട്ട് ചെയ്തിട്ട് അത് അവസാനിക്കുന്നത് March 31st അല്ലേ. അപ്പോൾ April 1 മുതൽ March 31st വരെയുള്ള ആ ഒരു കാലയളവിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഇയറിലെ ഇൻകത്തിന്മേലാണ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡ്യൂറേഷൻ നമ്മൾ പറഞ്ഞു, അത് നോർമലി അത് 12 months ആണ്. പക്ഷേ എപ്പോഴും അത് 12 months ആകണമെന്നില്ല, ചില എക്സെപ്ഷൻസ് ഉണ്ട്. നോക്കുക, ഇപ്പോൾ ന്യൂ ബിസിനസ്, ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആണെന്ന് വിചാരിക്കുക, അതിൽ നിന്നുള്ള ഇൻകം ആണെന്ന് വിചാരിക്കുക, ഓർ എനി അതർ ന്യൂ സോഴ്സ് ഓഫ് ഇൻകം, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള ഇൻകങ്ങൾ ബിഗിൻസ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ. നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ the previous year for that source of income will start from the date it comes into existence. അതായത് അത് എന്നാണോ ആ ഒരു സ്ഥാപനം അല്ലെങ്കിൽ പ്രൊഫഷൻ തുടങ്ങിയത് അല്ലെങ്കിൽ നിലയിൽ വന്നത്, അന്ന് മുതൽ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ കൗണ്ട് ചെയ്താൽ മതി. അതായത് ഒരു പുതിയ ബിസിനസ്സിൻ്റെ കേസിലാണ് പറയുന്നത്, എക്സിസ്റ്റിംഗ് ബിസിനസ്സിൻ്റെ കേസ് അല്ല പറയുന്നത്. ഇപ്പോൾ നോക്കുക, ഇറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ആൻഡ് ഇറ്റ് വിൽ എൻഡ് ഓൺ 31st March അല്ലേ, ഇൻ ദി സെയിം ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ March 31st അത് അവസാനിക്കും. അതായത് നമ്മൾ പറഞ്ഞു വരുന്നത് ദ പ്രീവിയസ് ഇയർ മേ ബി ലെസ് ദാൻ 12 months. അപ്പോൾ ഇത്തരം കേസുകളിൽ പ്രീവിയസ് ഇയർ 12 months ഉണ്ടാവില്ല, അതിനേക്കാളും കുറഞ്ഞ കുറേ മാസങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്കൊരു എക്സാമ്പിളുടെ സഹായത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് ഒരു പുതിയ പ്രൊഫഷൻ, മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അദ്ദേഹം ആ ഒരു പ്രൊഫഷൻ ആരംഭിച്ചത് July 1, 2023 നമുക്കറിയാം സാധാരണ ഒരു പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് April 1 തുടങ്ങി March 31st അവസാനിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ July 1, 2023, അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് 6 മാസം, അതിൻ്റെ ഏകദേശം പകുതിയായപ്പോഴാണ് അദ്ദേഹം തൻ്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോർ ഹിസ് ന്യൂ പ്രൊഫഷൻ, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനം കണക്കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ പ്രീവിയസ് ഇയർ എടുക്കുമ്പോൾ ദ പ്രീവിയസ് ഇയർ വിൽ ബി ഫ്രം July 1, 2023 അല്ലേ ടു March 31st, 2024. അപ്പോൾ നമുക്കിവിടെ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഇത് ഒരു പുതിയ പ്രൊഫഷൻ അല്ലായിരുന്നെങ്കിൽ, അത് നേരത്തെ തന്നെ ഉള്ള ഒരു പ്രൊഫഷൻ ആയിരുന്നെങ്കിൽ അത് April 1, 2023 മുതൽ March 31, 2024 വരെ ആകുമായിരുന്നു. പക്ഷേ ഇതൊരു വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ആ ഡേറ്റ് മുതൽ ആ വർഷം March 31st വരെ അല്ലേ. അതായത് ഇവിടെ 2023 ആണെങ്കിൽ 2024 March 31st വരെയുള്ള ആ ഒരു ഡേറ്റ് ആയിരിക്കും ഇവരുടെ കേസിൽ പ്രീവിയസ് ഇയർ ആയിട്ട് വരിക. ഇനി നിലവിലുള്ള ബിസിനസ് ആണെങ്കിൽ, എക്സിസ്റ്റിംഗ് ബിസിനസ് ആണെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കൂ. മിസ്റ്റർ എ ഹാസ് ബീൻ റണ്ണിങ് എ ബിസിനസ് സിൻസ് 2018 മുതൽ അദ്ദേഹം ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഫോർ ദിസ് ബിസിനസ് ദ പ്രീവിയസ് ഇയർ ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ 23-24, അതായത് ഫിനാൻഷ്യൽ ഇയർ 23-24 അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഫ്രം April 1, 2023 ടു March 31st, 2024. അപ്പോൾ 2023-24 കാലയളവ് ഫിനാൻഷ്യൽ ഇയറിൽ ഒരു പ്രീവിയസ് ഇയർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ വരുമാനം നമ്മൾ ഏത് കാലയളവ് മുതൽ ഏത് കാലയളവ് വരെയുള്ളതാണ് എടുക്കുന്നത്, April 1, 2023 മുതൽ March 31st, 2024 അല്ലേ. അപ്പോൾ അതുവരെയുള്ള ആ മുഴുവൻ വർഷവും 12 മാസത്തെയും കണക്ക് കൂട്ടും. അത് നിലവിലുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ, പുതിയ ബിസിനസ് ആണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്ത ആ ഡേറ്റ് വെച്ചാണത് കണക്ക് കൂട്ടുക. ഇനി പ്രീവിയസ് ഇയറിന് ശേഷം നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് അസസ്മെൻറ്റ് ഇയർ എന്താണെന്നുള്ളതാണ്. ദിസ് ഈസ് ദ ഫിനാൻഷ്യൽ ഇയർ ഡ്യൂറിങ് വിച്ച് ദ ഇൻകം ഏൺഡ് ഇൻ ദി പ്രീവിയസ് ഇയർ ഈസ് അസസ്ഡ് ആൻഡ് ടാക്സ്ഡ്. അതായത് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്ത ഇൻകം അത് നമ്മൾ കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ എത്രമാത്രമാണ് ടാക്സ് അടയ്ക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്പോൾ കണക്ക് കൂട്ടുക, അസസ് ചെയ്യുക, ടാക്സ് ഈടാക്കുക. അങ്ങനെ ആ ഒരു വർഷത്തെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ഇയർ
ഡ്യൂറിങ് വിച്ച് ദ ഇൻകം ഏൺഡ് ഇൻ ദി പ്രീവിയസ് ഇയർ ഈസ് അസസ്ഡ് ആൻഡ് ടാക്സ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്നാണ് ആ ഫിനാൻഷ്യൽ ഇയറിന് പറയുക. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറാണ്. നമ്മുടെ പ്രീവിയസ് ഇയർ കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന തൊട്ടടുത്ത വർഷത്തെയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് എ 12-month പീരീഡ്. അതും 12-month പീരീഡ് ആണ്. ദാറ്റ് ബിഗിൻസ് ഓൺ April 1st ആൻഡ് എൻഡ്സ് ഓൺ March 31st ഓഫ് ദി നെക്സ്റ്റ് ഇയർ. അപ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. അതായത് റിലേഷൻ ടു പ്രീവിയസ് ഇയറുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ പറയുക. ഇത് ഇൻകം ഏൺഡ് ഇൻ ദി പ്രീവിയസ് ഇയറിൽ നമുക്ക് കിട്ടിയ ഇൻകം ഈസ് ടാക്സ്ഡ് ഇൻ ദി ഫോളോവിങ് അസസ്മെൻറ്റ് ഇയർ. തൊട്ടടുത്ത വർഷം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് വർഷം ആണ് നമ്മുടെ അസസ്മെൻറ്റ് ഇയറായിട്ട് കണക്ക് കൂട്ടുക. അപ്പോൾ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് ദി പ്രീവിയസ് ഇയർ ഈ അസസ്മെൻറ്റ് ഇയറിൻ്റെയും ഒരു ഡ്യൂറേഷൻ സ്പാൻസ് 12 months 12 മാസമാണ് ഉള്ളത്. നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലിയർ ആകും. ഇഫ് ദ ഇൻകം ഈസ് ഏൺഡ് ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയർ 23-24, അതായത് 2023-24 ഏൺ ചെയ്ത ഇൻകം, അതായത് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്നായിരിക്കും ആരംഭിച്ചിട്ടുണ്ടാവുക? April 1, 2023 മുതൽ March 31, 2024 വരെയുള്ള ആ ഒരു കാലയളവാണ് അല്ലേ. ആ ഒരു കാലയളവിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ആണ് നമ്മൾ ടാക്സിന് വേണ്ടി കണക്കൂട്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കാലയളവ് പ്രീവിയസ് ഇയർ ആണ്. ഇറ്റ് വിൽ ബി അസസ്ഡ് ആൻഡ് ടാക്സ്ഡ് ഇൻ ദി ഫോളോവിങ് ഫിനാൻഷ്യൽ ഇയർ. ഇത് കഴിഞ്ഞ് വരുന്ന അടുത്ത ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കും ഈ ഒരു ഇൻകത്തിന്മേൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെ ടാക്സ് കണക്ക് കൂട്ടുന്ന ആ ഒരു ഫോളോവിങ് ഇയർ നെക്സ്റ്റ് ഇയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അസസ്മെൻറ്റ് ഇയർ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും അസസ്മെൻറ്റ് ഇയർ? എത്രയായിരിക്കും അസസ്മെൻറ്റ് ഇയർ? 2024-25 ആയിരിക്കും അല്ലേ. അതായത് 23-24 ഇൻകം അസസ് ചെയ്യുന്നതും ടാക്സ് അടയ്ക്കേണ്ടതും ഏത് വർഷമാണ്? പിന്നീട് വരുന്ന 2024-25 എന്ന വർഷമാണ്. അതായത് April 1, 2024 മുതൽ March 31, 2025 വരെയാണ് ഈ ഒരു 2024-25 എന്ന് പറയുന്ന ഒരു വർഷം സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് പ്രീവിയസ് ഇയർ എന്നും അസസ്മെൻറ്റ് ഇയർ എന്നും ഇതുപോലെ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് അസസ്സി ആരാണെന്നുള്ളതാണ്. അപ്പോൾ അസസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണോ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമ്മൾ ടാക്സ് അടയ്ക്കാൻ വേണ്ടി വരുന്ന അല്ലെങ്കിൽ ടാക്സ് റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിയാണ് നമ്മൾ അസസ്സി എന്ന് സാധാരണ പറയുക. അപ്പോൾ അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് റെഫേഴ്സ് ടു എ പേഴ്സൺ ഹു ഫോൾസ് ഇൻ ടു എനി ഓഫ് ദി ഫോളോവിങ് കാറ്റഗറീസ്. അപ്പോൾ ഇവിടെ അസസ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താഴെ പറയുന്ന കാറ്റഗറി പെടുന്ന ആരുമാകാം. അതായത് പേഴ്സൺ ലൈബിൾ ടു പേ ടാക്സ്. ഒരാൾ ടാക്സ് അടയ്ക്കേണ്ട ആളാണെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം കിട്ടുകയും അതൊരു നിശ്ചിത പരിധിയിൽ കൂടുതൽ ഉയർന്നു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾ ടാക്സ് അടയ്ക്കേണ്ടതാണ്. അങ്ങനെ ടാക്സ് അടയ്ക്കേണ്ട എല്ലാ വ്യക്തികളും ഈ ഒരു അസസ്സി എന്ന കാറ്റഗറിയിൽ പെടുത്താം. ദെൻ പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ടു റീഫണ്ട്. നമുക്കിപ്പോൾ ടാക്സ് നമ്മൾ ഓൾറെഡി അടച്ചു, അത് കൂടുതലാണെങ്കിൽ നമുക്ക് തിരികെ കിട്ടും. അങ്ങനെ തിരികെ കിട്ടുന്ന അർഹതയുള്ള ആളുകൾ എന്താണ്? അവരും നമ്മൾ അസസ്സി എന്നാണ് വിളിക്കുക. അപ്പോൾ പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ടു റീഫണ്ട്. അപ്പോൾ നമുക്ക് ആരൊക്കെയാണ് അസസ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹെഡിങ് മാത്രം എഴുതിയാൽ മതി. സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പ്രകാരം താഴെ പറയുന്ന ആളുകളാണ് പേഴ്സൺ ലൈബിൾ ടു പേ ടാക്സ്, പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ടു റീഫണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇപ്പോൾ ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ആരൊക്കെയാണെന്നുള്ള പേരുകൾ മാത്രം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി മൂന്നാമത് നോക്കുക, അസസ്സി പെടുന്നത് പേഴ്സൺ അണ്ടർഗോയിങ് അസസ്മെൻറ്റ്. അതായത് അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അണ്ടർഗോയിങ് അസസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ടിന് കീഴിൽ അസസ്മെൻറ്റിന് വിധേയമാകുന്ന, അസസ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് അടയ്ക്കുന്ന ആ ഒരു സംവിധാനമാണ് അസസ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. എ പേഴ്സൺ ഇൻ റെസ്പെക്ട് ഓഫ് ഹൂം എനി പ്രൊസീഡിംഗ് ഹാസ് ബീൻ ഇനീഷ്യേറ്റഡ് അണ്ടർ ദി ആക്ട് ഫോർ ദി അസസ്മെൻറ്റ് ഓഫ് ദിയർ ഇൻകം, ലോസ് ഓർ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതൊരു വ്യക്തിയെക്കുറിച്ചും അവർക്ക് അന്വേഷിക്കാം, അവരുടെ ഇൻകത്തെക്കുറിച്ച് അന്വേഷിക്കാം, അതിൻ്റെ സോഴ്സസ് ഉറവിടത്തെക്കുറിച്ച് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ഏതൊരു വ്യക്തിയും ആരായിട്ട് അറിയപ്പെടും? അസസ്സി എന്നറിയപ്പെടും. അവരെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അവരെക്കുറിച്ച് അന്വേഷിക്കുക? അവരുടെ ഇൻകം, അവർക്ക് എത്രമാത്രം ലോസ് ഉണ്ടായിട്ടുണ്ട്, ഓർ ദി ഡിറ്റർമിനേഷൻ ഓഫ് ദി ടാക്സ് ലയബിലിറ്റി, അല്ലെങ്കിൽ ഒരാളുടെ ടാക്സ് ലയബിലിറ്റി എത്രയാണെന്ന് കണക്ക് കൂട്ടുന്നതിന് വേണ്ടിയാകാം ഇത്തരത്തിലുള്ള അന്വേഷണം. അങ്ങനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസസ്മെൻറ്റിന് വിധേയമാകുന്ന ഏതൊരു വ്യക്തിയും അസസ്സി എന്നറിയപ്പെടും. ഈ ഡീംഡ് അസസ്സി ഉണ്ട്, അസസ്സി ഇൻ ഡിഫോൾട്ടും ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് താഴെ പറയും. എ പേഴ്സൺ ഹു ഈസ് കൺസിഡേർഡ് ആസ് ആൻ അസസ്സി അണ്ടർ സർട്ടൺ സർക്കംസ്റ്റൻസസ്. അതായത് ചില സാഹചര്യങ്ങൾ ഒരാളെ അസസ്സി ആയിട്ട് കരുതും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരാൾ അസസ്സി ആകുമ്പോൾ അതിനെ ഡീംഡ് അസസ്സി എന്നാണ് പറയുന്നത്. എന്താണ് ആ സാഹചര്യങ്ങൾ എന്നുള്ളത് നമ്മൾ ഉടൻ തന്നെ നോക്കുന്നതാണ്. ഇനി അസസ്സി ഇൻ ഡിഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇൻകം ടാക്സ് അടയ്ക്കുന്നതിൽ എന്തെങ്കിലും ഫെയിലർ വരുത്തിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ടു ഫുൾഫിൽ സർട്ടൻ ടാക്സ് റിലേറ്റഡ് ഓബ്ലിഗേഷൻസ്, ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ടാക്സ് അടയ്ക്കുകയോ റിട്ടേൺ ചെയ്യാണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ അസസ്സി ഇൻ ഡിഫോൾട്ട് എന്നാണ്
പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അസസി ഇൻ ഡിഫോൾട്ട് ആരാണെന്നുള്ളത് നമുക്ക് നോക്കാം. അസസി ഇൻ ഡിഫോൾട്ട് ഈസ് എ പേഴ്സൺ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫുൾഫില്ലിംഗ് സർട്ടൻ ഒബ്ലിഗേഷൻസ് അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് ബട്ട് ഫെയിൽസ് ടു ഡൂ സോ. അതായത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വ്യക്തി, അതായത് ടാക്സ് അടയ്ക്കുന്നതാകാം, ടാക്സിൻ്റെ റിട്ടേൺ സമർപ്പിക്കുന്നതാകാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ പരാജയപ്പെട്ട അല്ലെങ്കിൽ അത് ചെയ്യാത്ത വ്യക്തി എന്ത് വിളിക്കാം? അസസി ഇൻ ഡിഫോൾട്ട് എന്ന് വിളിച്ചാൽ അല്ലേ. ഡിഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെശക് വരുത്തുക, തെറ്റ് വരുത്തുക എന്നാണ് അല്ലേ. അപ്പോൾ അസസ്മെൻറ്റിന് വിധേയമായിട്ട് അസസ്മെൻറ്റ് നടത്തിയിട്ട് ടാക്സ് അടയ്ക്കേണ്ട ഒരു വ്യക്തി അത് ചെയ്യാണ്ടിരിക്കുമ്പോൾ അത് അസസി ഇൻ ഡിഫോൾട്ട് എന്നറിയപ്പെടും. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെയാണ് അങ്ങനെയുള്ള ഡിഫോൾട്ടുകൾ എന്തൊക്കെ രീതിയിലാണ് വരുന്നതെന്നുള്ള എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നോട്ട് ഡിഡക്റ്റിംഗ് ടാക്സ് അറ്റ് സോഴ്സ്, TDS. അപ്പോൾ TDS ആയിട്ട് പിടിച്ച്, അതായത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ സാലറിയിൽ നിന്ന് അഡ്വാൻസ് ടാക്സ് ഒക്കെ അല്ലെങ്കിൽ ടാക്സ് ഒക്കെ TDS ആയിട്ട് സോഴ്സിൽ നിന്ന് തന്നെ ടാക്സ് അടച്ച് കൊടുക്കേണ്ട വ്യക്തി അത് ചെയ്തില്ലെങ്കിൽ അയാൾ ആരാണ്? അയാൾ അസസി ഇൻ ഡിഫോൾട്ട് ആയിരിക്കും അല്ലേ. ആ സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അവിടുത്തെ ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നല്ല, ഈ ശമ്പളത്തിൽ നിന്ന് പിടിച്ചാണ് അടയ്ക്കേണ്ടത് അല്ലേ. പക്ഷേ അങ്ങനെ പിടിച്ച് അടയ്ക്കാനുള്ള ഉത്തരവാദിത്വം ആ ഒരു സ്ഥാപനത്തിലെ മേധാവിക്കുണ്ട്. അപ്പം അങ്ങനെ ചെയ്തില്ല എങ്കിൽ അദ്ദേഹം അസസി ഇൻ ഡിഫോൾട്ട് ആയിരിക്കും. ദെൻ നോട്ട് ഡിപ്പോസിറ്റിംഗ് ദ TDS വിത്ത് ദി ഗവൺമെൻറ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം. ഇപ്പോൾ ഈ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ടാക്സ് നമ്മൾ ഇങ്ങനെ അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നത് TDS അത് സർക്കാരിലേക്ക് കൃത്യസമയത്ത് അടച്ചില്ലെങ്കിലും എന്താണ്? അതും അസസി ഇൻ ഡിഫോൾട്ട് ആയിരിക്കും. അതും സ്ഥാപന ഉടമയുടെ ഉത്തരവാദിത്തമാണ്. ദെൻ ഫെയിലിംഗ് ടു പേ അഡ്വാൻസ് ടാക്സ് ഓർ എനി അതർ സ്പെസിഫൈഡ് ടാക്സ് ഒബ്ലിഗേഷൻ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. ഏതെങ്കിലും ഒരു വർഷം നമുക്ക് 10,000 രൂപയിൽ കൂടുതൽ ടാക്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ടാക്സ് അടച്ചു പോകേണ്ടതാണ്. അപ്പോൾ അഡ്വാൻസ് ടാക്സ് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാലും അത് അസസി ഇൻ ഡിഫോൾട്ട് ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തത് പ്രധാനമായിട്ട് നോക്കേണ്ടത് റെപ്രസെൻറ്റേറ്റീവ് അസസി അല്ലെങ്കിൽ ഡീംഡ് അസസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണെന്നുള്ളതാണ്. റെപ്രസെൻറ്റേറ്റീവ് അസസി ഓർ ഡീംഡ് അസസി. എ റെപ്രസെൻറ്റേറ്റീവ് അസസി ഓർ ഡീംഡ് അസസി ഈസ് എ പേഴ്സൺ ഹു ഈസ് കൺസിഡേർഡ് ആസ് ആൻ അസസി ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ. അപ്പോൾ ഇവിടെ റെപ്രസെൻറ്റേറ്റീവ് അസസി, പേര് സൂചിപ്പിക്കുന്ന പോലെ മറ്റൊരാളെ പ്രതിനിധീകരിക്കുന്ന, റെപ്രസെൻ്റ് ചെയ്യുന്ന അസസിയാണ് റെപ്രസെൻറ്റേറ്റീവ് അസസി അല്ലേ. അതുപോലെ തന്നെ ഡീംഡ് അസസി, ചില ആളുകളെ ഇതുപോലെ അസസിയായിട്ട് ഡീം ചെയ്യും, കരുതപ്പെടും അല്ലേ. അതായത് മറ്റൊരാൾക്ക് വേണ്ടി അസസി ആകുന്ന വ്യക്തിയാണ് റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറയുക. അപ്പോൾ ഇത് ടിപ്പിക്കലി ഹാപ്പൻസ് ഇൻ സിറ്റുവേഷൻ വെയർ ദി ഒറിജിനൽ അസസി കനോട്ട് ഫുൾഫിൽ ദർ ടാക്സ് ഒബ്ലിഗേഷൻ ഡ്യൂ ടു വേരിയസ് റീസൺസ്. അതായത് അതിൻ്റെ ഒറിജിനൽ അസസിക്ക് ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾ ഒരു വർഷം വരുമാനമൊക്കെ ഉണ്ടാക്കി, പക്ഷേ വർഷാവസാനം മറ്റോ അയാൾ മരിച്ചു പോയപ്പോൾ അയാളുടെ ലീഗൽ ഹെയർ, അദ്ദേഹത്തിൻ്റെ അവരുടെ അനന്തരാവകാശി, അവരാണ് ഇപ്പോൾ ഇവിടെ ഡീംഡ് അസസിയായിട്ട് കരുതപ്പെടുക. അവരാണ് ഈ ഒരു ഇൻകത്തിന്മേൽ ഈ ടാക്സ് അടയ്ക്കേണ്ട വ്യക്തി. ദെൻ ലീഗൽ ഇൻകപ്പാസിറ്റി, ലീഗലി ടാക്സ് അടയ്ക്കുന്നതിൽ ഏതെങ്കിലും കോടതി വിലക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിൽ ഒരു ടാക്സ് അടയ്ക്കുന്നതിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ലീഗൽ ഇൻകപ്പാസിറ്റി വന്നിട്ടുണ്ടെങ്കിൽ, ഓർ സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ്, മറ്റേതെങ്കിലും സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് അല്ലേ. നമുക്കതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അതായത് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആഫ്റ്റർ ഡെത്ത്, ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. അത് ലൈക്ക് എ ഹെയർ, അത് ഹെയർ എന്ന് ഉദ്ദേശിക്കുന്ന അവകാശി അല്ലേ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫ് ദി എസ്റ്റേറ്റ്, അവരുടെ സ്വത്തുവകകൾ നടത്തി കൊണ്ടുപോകുന്ന ആൾ, അവരും എന്താണ്? ഡീംഡ് അസസിയാണ് അല്ലേ. അപ്പോൾ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആഫ്റ്റർ ഡെത്ത്, ഒരാൾ മരണശേഷം അയാളുടെ ലീഗലായിട്ടുള്ള പ്രതിനിധി റെപ്രസെൻറ്റേറ്റീവ് ആരാണോ. മറ്റൊന്ന് ഗാർഡിയൻ ഫോർ മൈനേഴ്സ്, ലുണാറ്റിക്സ് ഓർ ഫോറിനേഴ്സ്. ഇപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അവർ ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ടാക്സ് അതിൻ്റെ അവർ വരുമാനത്തിൽ നിന്ന് അടയ്ക്കേണ്ട ഉത്തരവാദിത്വം ഗാർഡിയനുണ്ട് അല്ലേ, അവരുടെ രക്ഷകർത്താവിനുണ്ട്. ഇപ്പോൾ ലുണാറ്റിക്സ് ആയിട്ടുള്ളൊരു പേഴ്സൺ, ഏതെങ്കിലും മാനസിക വിഭ്രാന്തി അനുഭവപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് വേണ്ടിയും അവരുടെ ഗാർഡിയനാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അതായത് ഈ ലുണാറ്റിക്സിന് ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോറിനേഴ്സിന് വേണ്ടി അവരുടെ സ്വന്തം രാജ്യത്തുള്ള ആളുകൾ ഫോറിനേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തും ചിലപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അവരൊക്കെ എന്താണ്? അവരൊക്കെ ഡീംഡ് അസസി എന്ന് അറിയപ്പെടും. ഇനി ട്രസ്റ്റി ഓഫ് എ ട്രസ്റ്റ്, ഏതെങ്കിലും ഒരു ട്രസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ആ ട്രസ്റ്റി, അതായത് ആ ട്രസ്റ്റിൻ്റെ നടത്തിപ്പുകാർ, അവരാണ് ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻകം അത് കണക്ക് കൂട്ടുകയും ആ ടാക്സ് ഒബ്ലിഗേഷൻ, ടാക്സ് സംബന്ധമായുള്ള കാര്യങ്ങൾ ചെയ്യുകയും ടാക്സ് ചെയ്യേണ്ടത് ആരാണ്? ട്രസ്റ്റിയുടെ കേസിൽ, ട്രസ്റ്റിൻ്റെ കേസിൽ ട്രസ്റ്റിയാണ് അല്ലേ. അപ്പോൾ ഇവരൊക്കെയാണ് ഡീംഡ് അസസി എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് അറിയപ്പെടുന്നത്. നമുക്കിനി ആരാണ് പേഴ്സൺ? സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പ്രകാരം പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പേഴ്സൺസ് ആണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആണ് ടാക്സ് അടയ്ക്കേണ്ട വ്യക്തികൾ എന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ ലീഗലായിട്ടുള്ള എൻറ്റിറ്റീസ്, കമ്പനികൾ ടാക്സ് അടയ്ക്കണം.
പേഴ്സൺസ് അടയ്ക്കണം. അപ്പോൾ ഈ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആരൊക്കെ പെടുമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് എല്ലാ ഇൻഡിവിജ്വലും സിംഗിൾ ഹ്യൂമൻ ബീങ് അല്ലേ, വെദർ മെയിൽ ഓർ ഫീമെയിൽ, സ്ത്രീ പുരുഷനാണെങ്കിലും സ്ത്രീയോ പുരുഷനോ ആര് തന്നെ ആയാലും എന്താണ്, ആ ഹ്യൂമൻ ബീങ് ആണെങ്കിൽ അവർക്ക് ഇൻകം ഉണ്ടെങ്കിൽ അവർ അസസ്സിയായിട്ട് അവർ ടാക്സ് അടയ്ക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ഇൻകത്തിന് മേൽ നിശ്ചിത പരിധിക്ക് മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ, അതായത് ഇൻഡിവിജ്വൽ പേഴ്സണാണ്. അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ ഭാഗമായിട്ട് ആ ഒരു ഫാമിലിയുടെ അവർക്ക് ഉണ്ടാകുന്ന ഇൻകത്തിന് മേലും ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെ ഒരു പേഴ്സണായിട്ടാണ് കരുതപ്പെടുന്നത് അല്ലേ. അതിലൊക്കെ അർത്ഥമുണ്ട്, അവിടുത്തെ ആളുകളുണ്ട്. അൺമാരീഡ് ആയിട്ടുള്ള ഡോട്ടേഴ്സ്, അവരുടെ ഒപ്പം തന്നെ ഈ കോമൺ ആൻസസ്റ്റർ, അവർക്ക് കിട്ടിയ പരമ്പരാഗത സ്വത്തുമേൽ അതിന്മേൽ കിട്ടുന്ന വരുമാനം, അതിലൊക്കെ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഒരു പേഴ്സണായിട്ട് കരുതാം. ഒരു കമ്പനിയെ പേഴ്സണായിട്ട് കരുതാം അല്ലേ. അതായത് ലോ മുഖാന്തരം നിലവിൽ വന്ന കമ്പനി, പബ്ലിക് കമ്പനി ആയിക്കോട്ടെ, പ്രൈവറ്റ് കമ്പനി ആയിക്കോട്ടെ, ഫോറിൻ കമ്പനി ആയിക്കോട്ടെ, അതെല്ലാം പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെടുത്താം. ഉദാഹരണത്തിന് പിന്നെ അതുകൂടാതെ പാർട്ണർഷിപ്പ് ഫേം ആകാം, അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് LLP ആകാം, അവരും പേഴ്സൺ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽപ്പെടും. അതുകൂടാതെ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് AOP ഉണ്ട്. അപ്പോൾ AOP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ പർപ്പസിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ആ ഒരു ആളുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ അസോസിയേഷൻ ഓഫ് പേഴ്സൺ എന്ന് പറയുക. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആകാം, അതായത് ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി, ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി, അതായത് പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ അല്ലാതെ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടി നേടാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഇൻഡിവിജ്വൽസ് ജോയിൻ ചെയ്യുമ്പോൾ, ഒരുമിച്ച് കൂടുമ്പോൾ അതിനെ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് എന്നാണ് പറയുന്നത്. അതുകൂടാതെ ലോക്കൽ അതോറിറ്റി, അതായത് ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ, അതുപോലുള്ള കാര്യങ്ങൾ അവരും പേഴ്സണാണ്, അവരും ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റിറ്റീസ് ദാറ്റ് ആർ നോട്ട് നാച്ചുറൽ പേഴ്സൺ ബട്ട് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ലോ ആസ് ഹാവിംഗ് ലീഗൽ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്. അതായത് അവർ നാച്ചുറൽ പേഴ്സൺ അല്ല, പക്ഷേ ഒരു നാച്ചുറൽ പേഴ്സൺ ഉണ്ടായിരിക്കേണ്ട തരത്തിലുള്ള അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തികളാണവ. ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികൾ, കോളേജസ്, ടെമ്പിൾസ്. അപ്പോൾ ഇവർക്കൊക്കെ ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഇൻകത്തിന്മേൽ ടാക്സ് അടയ്ക്കേണ്ടി വരും അല്ലേ. ഇപ്പോൾ ടാക്സ് അടയ്ക്കേണ്ട പേഴ്സൺ എന്ന് പറയുന്ന കാറ്റഗറിപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ലോക്കൽ അതോറിറ്റി, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ഫേം ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി LLP അല്ലേ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി, ഇൻഡിവിജ്വൽ. അപ്പോൾ ഈ പേരുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി, അത് ഡീറ്റെയിൽഡ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്ന് പോലുമില്ല. അപ്പോൾ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാരൊക്കെയാണ് കാറ്റഗറി പെടുന്നത് എന്നുള്ളത് അങ്ങനെ നമ്മൾ അതോടെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും ഡെഫിനേഷൻസ് നമുക്ക് നോക്കാനുണ്ട്. നമ്മളത് അടുത്ത ക്ലാസ്സിൽ നോക്കുന്നതാണ്. പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരെയും വളരെ വലിയ തോതിലുള്ള സപ്പോർട്ട് ഈ ഒരു ക്ലാസ്സിന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്